ആണ് നമ്മളെ കഴിഞ്ഞ കണ്ടത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ലൈവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മേജർ അപ്രോച്ചസ് ഒക്കെ പ്രാധാന്യം ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഏതാണ്ട് 75 മാർക്ക് വരെ, ഏതാണ്ട് 65 മുതൽ 75-80 മാർക്ക് വരെയൊക്കെ പല വർഷങ്ങളിലും കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊറോളറി, ലോജിക്കൽ അനാലിസിസ്, വാട്ട് യു ഇൻഫർ ഫ്രം ദ പാസേജ്, ഡെഡ്യൂസ് തുടങ്ങിയ വാക്കുകൾ ഉണ്ട് എങ്കിൽ ആ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് വരുന്നത്. നമ്മളൊരു എക്സാമ്പിളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതുപോലെ പ്രിവ്യൂവിങ്, ആക്റ്റീവ് റീഡിങ്, അങ്ങനെ അതിനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഞാൻ ഇന്നൊന്നും അതിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സെഷൻ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ആപ്പിലോ മറ്റോ ഒന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ യൂട്യൂബിലും നമ്മളത് പൊതുവായിട്ട് കൊടുത്തിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്ന ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ അപ്പോൾ വളരെ ഞാനും നിങ്ങൾക്കൊപ്പം ഒരു ആസ്പിരന്റിനെ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു രീതിയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറഞ്ഞതൊരു നമുക്കറിയാം ശരാശരി ഒരു 20-25 ക്വസ്റ്റ്യൻസ് ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ച, ഈ കഴിഞ്ഞ 10-12 വർഷങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. 2000 ഈ ഒരു ചേഞ്ച് വരുന്നത്. അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അധികം നമുക്ക് ഒരുപക്ഷെ സിസാറ്റ് പാസ്സാവാനുള്ള ഒരു മേജർ പെർസെൻറ്റേജും നമുക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഞാൻ ഈ പാസേജ് ഞാൻ വായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ വായിച്ചു പോവുക. നിങ്ങളൊരു എക്സാം ഹാളിലെ അതേ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് തന്നെ നമ്മൾ വായിച്ചു പോവുക. നമ്മൾ ഇതിലെ ഒന്നാമത്തെ പാസേജ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 3 രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. ഒന്നുകിൽ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന രീതി അഡോപ്റ്റ് ചെയ്യാം, അല്ല എങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് പാരഗ്രാഫിലേക്ക് പോകുന്ന രീതി അഡോപ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, എൻ്റെ ഫുൾ ഫോക്കസ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പാരഗ്രാഫ് നേരെ വായിക്കുകയാണ്. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമുക്ക് ഏതാണ്ട് 1-2 മിനിറ്റ് സമയം ശരാശരി ഉണ്ട്. പക്ഷെ നമ്മൾ മൊത്തം ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അതിൽ കൂടുതൽ സമയം തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കുക, എൻ്റെ ഒപ്പം നിങ്ങളും വായിക്കുക. More than half of Indian women and almost a quarter of Indian men. സ്ക്രീൻ കാണുന്നില്ല. ഡയറക്റ്റ് നിങ്ങൾ വായിച്ചു പോവുക. നമ്മൾ ഈ 2023 ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിരുന്നു. പാസേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. പാസേജ് 2. More than half of Indian women and almost a quarter of Indian men of working age suffer from anemia. അപ്പോൾ ഒരു ബേസ് അനീമിയാക്കാണ് ആളുകൾ. ഞാൻ പറഞ്ഞു പല രീതിയുണ്ട് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ അനീമിയാക്കാകുന്ന ആളുകൾക്ക് പൊതുവെ രക്തമൊക്കെ കുറവാണ്. അപ്പോൾ വിളർച്ച ബാധിച്ച ആളുകളെ ഞാനൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു സ്റ്റഡീസ്, they are anywhere from 5 to 15% less productive than they could be. അവർക്ക് സാധിക്കാവുന്നതിനേക്കാൾ 5 മുതൽ 15% വരെ പ്രൊഡക്ടിവിറ്റി, ആരോഗ്യക്കുറവ് മൂലം, വിളർച്ച മൂലം അവരുടെ പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. As a result thereof, India also has the largest tuberculosis burden in the world. അപ്പൊ ഇതുമൂലം ധാരാളം ക്ഷയരോഗികൾ ഉണ്ടാകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നു. 170 മില്യൺ വർക്ക് ഡേയ്സ് ആണ് ഇതുമൂലം നഷ്ടമാകുന്നത്. But what is just as important as lost productivity now is lost potential in the future. പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുന്നു എന്നതിനപ്പുറം തന്നെ ഭാവിയും കൂടി നഷ്ടമാകുന്നു. It is becoming increasingly clear that on many measures of cognitive ability, cognitive എന്ന ടേം ഫെമിലിയർ അല്ല എങ്കിൽ സ്ഥിരം പത്രം വായിക്കുമ്പോഴൊക്കെ കിട്ടുന്നതാണ്. ബൗദ്ധികം എന്നൊക്കെയാണ് മലയാളം. ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും. It is becoming increasingly clear that on many measures of cognitive ability, malnourished Indian children perform 2 or 3 times worse than their adequately nourished peers. നന്നായിട്ട് ന്യൂട്രീഷണൽ ഫുഡൊക്കെ കിട്ടി വളർന്ന കുഞ്ഞുങ്ങളെക്കാൾ ബുദ്ധിശക്തി കുറവായിരിക്കും ആർക്ക്? മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. For an economy that will be more dependent on highly skilled workers,
This poses a significant challenge. സ്കിൽഡ് വർക്കേഴ്സിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ ഇത് വലിയൊരു വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ദാറ്റ് റിയലി ഷുഡ് ബി അഡ്രസ്ഡ് ഗിവൻ ഇന്ത്യസ് ഡെമോഗ്രഫിക് ഔട്ട്ലുക്ക്. നമ്മളുടെ ഒരു ഡെമോഗ്രഫിക് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. ഇനി ചോദിക്കുന്ന കാര്യം എന്താണ്? ഇത് എന്ത് ബേസ്ഡ് ആണ്? ഇത് ഇപ്പൊ നമ്മൾ മുമ്പ് പഠിച്ച പാരഗ്രാഫിൽ ഇത് എന്ത് പാരഗ്രാഫാണ്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇൻഫറൻസ് ബേസ്ഡ്. ഏതാണിത്? ആ ക്വസ്റ്റ്യനിൽ ഒരു കീ വേർഡ് ഉണ്ട്, അത് വെച്ച് പെട്ടെന്ന് ഒന്ന് അഡ്രസ് ചെയ്യാമോ? കഴിഞ്ഞ ആഴ്ച പഠിച്ച തീം വെച്ചിട്ട് എന്താണ് ഇതില് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് അറിയിക്കാനുള്ള ഒരു കീ വേർഡ് ഏതാ ഇതില്? പറയാമോ? ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണോ എന്ന് അറിയണേൽ എന്തുണ്ടാവും ക്വസ്റ്റ്യനിൽ? കൊറോളറി, ഇൻഫറൻസ്, ഇംപ്ലൈഡ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവും അല്ലെ? അപ്പൊ നോക്കൂ, ഈ സ്റ്റേറ്റ്മെന്റിലുണ്ട് ഇതിൽ ഇംപ്ലൈഡ് ആയ ഈ പാസേജിന്റെ ഇംപ്ലൈഡ് ആയ മെസ്സേജ് എന്താണ് എന്നാണ് ചോദ്യം. ഇതിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏറ്റവും ചൂസ് ചെയ്യുന്ന എന്താണ്? ഞാൻ വളരെ പെട്ടെന്ന് ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്ലിയർ അല്ല. ഇപ്പൊ വന്നല്ലോ. ലാർജ് സ്കെയിൽ ആൻഡ് എഫക്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, എഡ്യൂക്കേഷൻ സിസ്റ്റം മസ്റ്റ് ബി സ്ട്രെങ്തൻഡ് ഇൻ റൂറൽ ഏരിയാസ്. ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? വിദ്യാഭ്യാസം റൂറൽ ഏരിയയെ സ്ട്രെങ്തൻ ചെയ്യണം ഈ പാരഗ്രാഫിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ടക്കേന്ന് ഉത്തരം പറയണം. ഉണ്ടോ? പറയുന്നില്ല, വെട്ടുന്നു. ഓപ്ഷനെ വെട്ടുന്നു. ഈ പാരഗ്രാഫിൽ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. ലാർജ് സ്കെയിൽ ആൻഡ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇസ് ദ നീഡ് ഓഫ് ദ അവർ. ഇവിടെ സൂചിപ്പിക്കുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണോ മാൽ ന്യൂട്രീഷൻ ആണോ ഇവിടുത്തെ തീം എന്ന് പറയുന്നത്? ബേസ് എന്താണ് നമ്മുടെ മനസ്സിൽ വേണം? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മാൽ ന്യൂട്രീഷനെ കുറിച്ചാണ് പറയുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് അതിന്റെ ഒരു പാർട്ടായിട്ടൊരു പോയിന്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ലാർജ് സ്കെയിൽ ആൻഡ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ എന്ന് ഈ പാരഗ്രാഫിൽ ഒരിടത്തും പറയുന്നില്ല. അത് നമ്മൾ വെട്ടിക്കളയും. ഓപ്ഷൻ സിയിലേക്ക് പോകുന്നു. ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ഹെൽത്ത് ന്യൂട്രീഷൻ ഓഫ് ഓൺലി സ്കിൽഡ് വർക്കേഴ്സ് നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഓൺലി, മസ്റ്റ്, ഓള് ഇങ്ങനെയൊക്കെ വന്നാൽ മിക്കവാറും അത് തെറ്റാവാനാ സാധ്യത. ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികാസത്തിന്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആരോഗ്യവും ന്യൂട്രീഷനും ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് മാത്രം, അതിന് അറ്റൻഷൻ വേണമെന്ന് പറയാണ്. ഓൺലി വന്നു, നമുക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, ജനറൽ ആണ്. അപ്പൊ സിയും ഞാൻ വെട്ടുന്നു. അപ്പൊ എയും ബിയും സിയും വെട്ടിയപ്പോൾ ബൈ ഡിഫോൾട്ട് ഇനി ആൻസർ എന്തായിരിക്കും? ഡി ആയിരിക്കും. എങ്കിൽ ഞാൻ ഡി ഒന്നുകൂടെ വായിക്കുകയാണ്. എന്താണ്? എനിക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വേണം. ഫോർ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആസ് എൻവിസേജ്ഡ് ബൈ us, attention should be paid to health and nutrition of the people. കാരണം ഈ പാരഗ്രാഫിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഒരു രാജ്യം സാമ്പത്തിക ശക്തി ആകണമെങ്കിൽ അവിടെ 5 മുതൽ 15% വരെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുന്നുണ്ട് ഈ അനീമിക് ആയ ആളുകൾ. രണ്ടാമത് അവിടെ പറയുന്ന ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഈ മാൽനറിഷ്ഡ് കുട്ടികളിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ് കുറവായിരിക്കും. അപ്പൊ അവർക്ക് സ്കില്ല് പഠിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഇത് രണ്ടും, അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡിക്വേറ്റ് അറ്റൻഷൻ ഹെൽത്തിലേക്കും ന്യൂട്രീഷനിലേക്കും കൊടുക്കണം. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ മോസ്റ്റ് സൂറ്റബിൾ ഏതാണ്? ഡി. സോ കണ്ണും പൂട്ടി ഉത്തരത്തിലേക്ക് കൊണ്ടുവരാം. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ആ റൈറ്റ് ഓപ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എനിക്ക് ചാറ്റിൽ അത് ഇടുക. നിങ്ങൾ ഏതാണോ ശരിയായിട്ട് ചിന്തിക്കുന്നത് അത് ചാറ്റിൽ എനിക്ക് ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ. ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഈ രീതിയിൽ പറഞ്ഞു. അടുത്തത് നമ്മൾ ഈ വർഷത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുക്കുന്നത്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത പാരഗ്രാഫ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മാത്സ് ആണ്. സോ പാസേജ് 3 അടുപ്പിച്ചൊരു ഇൻ ഇന്ത്യ എ മജോറിറ്റി ഓഫ് ഫാർമേഴ്സ് ആർ. നല്ല ഫോക്കസ് കൊടുത്ത് വായിക്കുക കേട്ടോ. ഫോക്കസ് ആണ് ഇവിടെ പ്രധാനം. ഫോക്കസ് അറ്റൻഷൻ, മറ്റൊന്നും പ്രധാനമല്ല. ഇൻ ഇന്ത്യ മജോറിറ്റി. ഇപ്പൊ വീണ്ടും വന്നില്ലേ? വന്നല്ലോ, ഇപ്പൊ കാണാമല്ലോ. കാണാൻ പറ്റുന്നുണ്ട് സാറേ. ഇടയ്ക്ക് ക്ലിയർ വായിക്കാൻ പ്രയാസം ഉണ്ടെ പറയണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഞാൻ വലുതാക്കാം, കുറച്ചുകൂടി വലുതാക്കാം. ഇൻ ഇന്ത്യ മജോറിറ്റി ഓഫ് ഫാർമേഴ്സ് ആർ മാർജിനൽ ആൻഡ് സ്മോൾ. ഫോക്കസ് കൊടുക്കുക. ലെസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് possess low adaptive capabilities to climate change, perhaps because of credit and other constraints. So one cannot expect autonomous adaptation to climate change. Even if it was possible,
it would not be sufficient to offset losses from climate change. To deal with this, adaptation to climate change is paramount. Alongside fast mitigation response, another solution is to have a planned or policy-driven adaptation, which would require the government to come up with policy recommendations. Perception is a necessary prerequisite for adaptation. Whether farmers are adapting agricultural practices to climate change depends on whether they perceive it or not. However, this is not always enough for adaptation. It is important how a farmer perceives the risk associated with climate change. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏറ്റവും നന്നായി റിഫ്ലക്ട് ചെയ്യുന്ന ലോജിക്കൽ ആൻഡ് റാഷണൽ മെസ്സേജ് എന്താണ്? അഗെയിൻ ഇൻഫറൻസ് ബേസ്ഡ് ആണ്. ഇതിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള മെസ്സേജ്, ഇംപ്ലൈഡ് ആയിട്ടുള്ള മെസ്സേജ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും. Adaptation to climate change and mitigation response are basically the responsibilities of the government. ഈ പാരഗ്രാഫിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ക്ലൈമറ്റ് ചേഞ്ചിൽ മാറ്റം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന്റേത് മാത്രമാണ്, അല്ലെ ഗവൺമെന്റിന്റേതാണ് എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല, വിട്ടിക്കളഞ്ഞു. ഗവൺമെന്റിന്റേത് നല്ല പറയുന്നു. ഇവിടെ കൃഷിക്കാരുടെയും കൂടി ഉത്തരവാദിത്വമാണെന്നാണ് പറയുന്നത്. 2, climate change causes a change in government policies regarding land use patterns in the country. രാജ്യത്തെ ലാൻഡ് യൂസിന്റെ പാറ്റേൺസിനെ കുറിച്ച് ഈ പാരഗ്രാഫിൽ ഒരിടത്തും പറയുന്നില്ല, അതും വെട്ടിക്കളയുന്നു. ക്ലൈമറ്റ് ചേഞ്ച് കാര്യം ലാൻഡ് യൂസിന്റെ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞെങ്കിലല്ലേ അത് ശരിയാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഏരിയയെ ആ പറയുന്നില്ല. ബി ഞാൻ വെട്ടിക്കളയും. 3, ഇനിയിപ്പോ 2 ഓപ്ഷൻ ആണുള്ളത്, അതിലേതോ ഒരെണ്ണം ശരിയാണ്. 1.5 മിനിറ്റ് 2 മിനിറ്റ് സമയമാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. റിസ്ക് perceptions of farmers are important for motivating them for taking adaptation decisions. എനിക്ക് പെട്ടെന്ന് എവിടെയോ കത്തി, ഇത് ലാസ്റ്റ് പാരഗ്രാഫിൽ എവിടെയോ പറയുന്നു. റിസ്ക് പെർസെപ്ഷൻസ് ഓഫ് ഫാർമേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മോട്ടിവേറ്റിംഗ് ദം ഫോർ ടേക്കിംഗ് അഡാപ്റ്റേഷൻ ഡിസിഷൻസ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള അവരുടെ ഒരു പെർസെപ്ഷൻ, അത് ആ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ അവരെ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള അഡാപ്റ്റേഷൻ മെത്തേഡ്സിലേക്ക്, ഡിസിഷൻസിലേക്ക്, പ്രോ ക്ലൈമറ്റിക്കൽ അഗ്രികൾച്ചറിലേക്ക് വരുള്ളൂ. ജസ്റ്റ് വീണ്ടും എനിക്കൊരു സംശയം തോന്നുകൊണ്ട് ഞാൻ ബൈക്ക് അടിക്കുകയാണ്. ഞാൻ നോക്കുന്നു, ഞാൻ ലാസ്റ്റ് പാരഗ്രാഫ് എവിടെയാണ് ഇത് കണ്ടത്. വെദർ ഫാർമേഴ്സ് ആർ അഡാപ്റ്റിംഗ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ടു ക്ലൈമറ്റ് ചേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദേ പെർസീവ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ അത് ശരിയാണല്ലോ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹൗവർ ദിസ് ഇസ് നോട്ട് ഓൾവേസ് എനഫ് ഫോർ അഡാപ്റ്റേഷൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് how a farmer perceives the risk associated with the climate change. അപ്പോൾ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ഓപ്ഷൻ പാരഗ്രാഫിലുള്ള ആശയം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് ഏകദേശം ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ 4ാമത്തെ ഓപ്ഷനിലേക്ക് പോയിട്ടില്ല. എങ്കിൽ പോലും ഞാനിപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ഒന്നുകൂടി റിസ്ക് എടുക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് വായിക്കുകയാണ്. കാര്യം മോസ്റ്റ് സൂറ്റബിൾ ആണ്. ചിലപ്പോൾ 2 ഓപ്ഷൻ ശരിയായിട്ട് വരും, അതിൽ മോസ്റ്റ് സൂറ്റബിൾ വേണം. അതുകൊണ്ട് ഞാൻ ഡി ഒന്നുകൂടെ വായിക്കുകയാണ്. സിൻസ് മിറ്റിഗേഷൻ is not possible, government should come up with the policies for quick response to climate change. മിറ്റിഗേഷൻ നടക്കത്തില്ല എന്ന് എവിടെയും പറയുന്നില്ല. മാത്രമല്ല ഗവൺമെന്റുകൾ ഒരു ക്വിക്ക് റെസ്പോൺസ് പോളിസി ആയിട്ട് വരണമെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഉത്തരം സി ആണ്. ഏകദേശം ഒരു 120 സെക്കൻഡ്സിനകത്ത് 180 സെക്കൻഡ്സിനകത്ത് ഞാൻ ആൻസറിലേക്ക് എത്തി. നമുക്കൊരു ആവറേജ് ഈ രീതി പോയാൽ മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഒരു 1.5 മിനിറ്റ് സമയം എടുക്കുകയാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ തന്നെ ആൻസറിലേക്ക് എത്തി, സിയിലേക്ക് എത്തി. അപ്പോ ഈ പാരഗ്രാഫ് പെട്ടെന്ന് മനസ്സിലാക്കണം എന്ത് ചെയ്യണം? കുറച്ച് ജനറൽ റീഡിങ് ആവശ്യമാണ്. അല്ലാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പാരഗ്രാഫ് മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നിരന്തരം പത്രം വായിച്ചേ പറ്റുള്ളൂ. പത്രം വായിക്കാണ്ട് ഈ ജനറൽ ആർട്ടിക്കിൾസ് കിട്ടത്തില്ല. കാര്യം പത്രങ്ങളിൽ നിന്നുള്ള പാരഗ്രാഫ് തന്നെയാണ് അവരിവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് മലയാളവൽക്കരിക്കാം. ഇന്ത്യയിൽ മജോറിറ്റി ഓഫ് ഫാർമേഴ്സ് മാർജിനലും സ്മോളും ആണ്. എന്നുവെച്ചാൽ കുഞ്ഞു ചെറിയ സ്ഥലങ്ങളുള്ളവരാണ്. വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. ക്ലൈമറ്റ് ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് അവർക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ സ്റ്റബിൾ ബേണിംഗ് ഇല്ല, കറ്റ കൂട്ടിയിട്ട് കത്തിക്കത്തില്ല. പകരം അതിനുള്ള മിഷനറി ഉണ്ട്. പക്ഷെ അങ്ങനത്തെ മിഷനറി ഒരു സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതൊക്കെ ചിന്തിച്ചോണം. നമ്മുടെ ചിന്ത അങ്ങോട്ടേക്ക് പോകണം. പെട്ടെന്ന് ഈ പാരഗ്രാഫിൽ തന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകണം. സോ പിന്നെ എന്താണ്? ബിക്കോസ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് അതർ കൺസ്ട്രെയിൻസ്. അവർക്ക് ആവശ്യത്തിന് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ പൈസ കിട്ടുന്നില്ല, ലോണോ മറ്റു ഫെസിലിറ്റീസോ ഇല്ല, മറ്റു തടസ്സങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഓട്ടോണമസ് അഡോപ്റ്റേഷൻ
നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ സ്വതന്ത്രമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിന് അനുകൂലമായിട്ടുള്ള കൃഷി രീതി കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഈവൻ ഇഫ് ഇറ്റ് വാസ് പോസിബിൾ, ഇത് പോസിബിൾ ആണ് എങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന നഷ്ടത്തെ നേരിടാൻ അത് പര്യാപ്തമല്ല. ക്ലൈമറ്റ് ചേഞ്ച് പലതരത്തിലുള്ള നഷ്ടം ഈവൻ കർഷകർക്കും ഉണ്ടാക്കും. മഴ മാറി വരും, അത് ചിലപ്പോൾ നഷ്ടം ഉണ്ടാക്കും. ടു ഡീൽ വിത്ത് ദിസ് അഡാപ്റ്റേഷൻ, അപ്പോൾ അഡാപ്റ്റേഷനാണ്, മിറ്റിഗേഷനാണ് ആവശ്യം. അത് അത്യാവശ്യമാണ്. അപ്പോൾ ഫാസ്റ്റ് മിറ്റിഗേഷൻ റെസ്പോൺസ്, വളരെ പെട്ടെന്ന് ആ മിറ്റിഗേഷനിലേക്ക് പോകണം, ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാനുള്ള മാർഗങ്ങളിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താ? ഒന്ന്, പോളിസി ഡ്രിവൺ അഡാപ്റ്റേഷൻ ആണ് വൺ ഓഫ് ദ സൊല്യൂഷൻ. അത് മാത്രം എന്നല്ല പറയുന്നത്, വൺ ഓഫ് ദ സൊല്യൂഷൻ, അനദർ സൊല്യൂഷൻ, അല്ലെങ്കിൽ പല സൊല്യൂഷൻസിൽ ഒന്ന്. വിച്ച് വുഡ് റിക്വയർ ഗവൺമെന്റ് ടു കം അപ്പ് വിത്ത് പോളിസി റെക്കമെൻഡേഷൻസ്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് റെക്കമെൻഡേഷൻ ഉണ്ട്. ഇവിടെ ഗവൺമെന്റ് മസ്റ്റ് എന്നോ അല്ലെ ഓൺലി ഗവൺമെന്റ് ക്യാൻ എന്നോ എന്നാൽ തെറ്റിപ്പോകും. കാര്യം എന്താണ്? അത് വൺ ഓഫ് ദ സൊല്യൂഷൻ മാത്രമാണ്. ഇനി പറയുന്നു, പെർസെപ്ഷൻ ഈസ് എ നെസസറി റിക്വസിറ്റ്. ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ട് വളം ഉണ്ടാക്കും. അത് ഇപ്പൊ നൈട്രജൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും. നൈട്രജൻ യൂസ് ചെയ്യുന്നത് നൈട്രസ് ഓക്സൈഡിന്റെ കാരണമാകും. അത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇത് ഒരു അപ്പൊ ഈ കർഷകന്റെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാക്കണം. ഇത് ഹൗവർ ദിസ് ഇസ് നോട്ട് ഓൾവേസ് എനഫ് ഫോർ അഡാപ്റ്റേഷൻ. എന്നിട്ടും പറയുന്നു ഇതും അഡാപ്റ്റേഷന് പൂർണ്ണമല്ല. അപ്പൊ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പൂർണ്ണമല്ല, കർഷകൻ ചെയ്യുന്ന കാര്യങ്ങളും പൂർണ്ണമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട റിസ്ക്. ഭാവിയിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നെല്ല് കൃഷി പലയിടത്തും നടക്കത്തില്ല. അപ്പൊ മറ്റ് കൃഷി രീതിയിലേക്ക് മാറണം. അപ്പൊ കർഷകന് അതിന്റെ റിസ്ക് മനസ്സിലാക്കി എന്ത് ചെയ്യണം? കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് മലയാളം. പക്ഷെ ഈ മലയാളത്തിൽ സാധനങ്ങൾ നമുക്ക് എല്ലാം എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ അവിടെ ഒരാളുണ്ടാവില്ല. നമ്മൾ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കണം. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? പത്രം നന്നായിട്ട് വായിച്ചു പോകും, എഡിറ്റോറിയൽ അല്ല ജനറൽ പേപ്പർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു 2 മണിക്കൂർ എങ്കിലും എടുത്ത് പത്രം വായിക്കുക. ഇനി ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ കണ്ടു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്തത് മാത്സ് ആണ്. അപ്പൊ ആവശ്യമില്ല, ഇവിടെ എങ്ങും ഇല്ല. ഈ സ്വിച്ചിങ് ആണ് അടുത്ത നിങ്ങളുടെ ഒരു മെന്റൽ എബിലിറ്റി അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഒരു 3 പാരഗ്രാഫ് തന്നു, അതിന്റെ ക്വസ്റ്റ്യൻ വന്നു, വീണ്ടും മാത്സിലേക്ക് പോകും, വീണ്ടും മാത്സിൽ നിന്ന് അടുത്ത പാരഗ്രാഫിലേക്ക് പോകും. അപ്പൊ ചിലർ ആദ്യം പാരഗ്രാഫ് മുഴുവൻ അങ്ങ് തീർത്തിട്ട് മാത്സിലേക്ക് പോകുന്ന ഒരു രീതി അഡാപ്റ്റ് ചെയ്യും. അടുത്ത ചോദ്യം നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ തന്നെ എനിക്ക് ഉത്തരം തരണം. ഞാൻ നിങ്ങൾക്ക് സമയം തരത്തുള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തന്നെ വായിക്കണം, ഞാൻ വായിക്കില്ല. നിങ്ങൾ തന്നെ വായിക്കുക. ഞാൻ 2 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് വായിക്കും. ഒന്നുകൂടെ വേണേ വായിച്ചു. ഉത്തരം ഒന്ന് ചാറ്റിലിടാവോ പെട്ടെന്ന്? ABCD ഇതിലേതാണ് ശരി? ഒന്ന് ചാറ്റിലിടാമോ? പെട്ടെന്ന് ഇടാമോ? ഞാൻ ഡിസ്കസ് ചെയ്യാം, നിങ്ങൾ അതൊന്നും ഇടും. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലി ഇട്ടാലും മതി. D ഇട്ടു, C ഇട്ട ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരെ AS ഇട്ടോളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇട്ടോളൂ. അടുത്ത ആൾ ഇടും, പെട്ടെന്നുണ്ട്. 37 പേരുണ്ട്, 38 പേർ, ഇത്ര ആൾക്കാരിടും. യെസ്.
യെസ് യെസ് ഇട്ടോളൂ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണണം. 3 മിനിറ്റ് ആയി. 2 മിനിറ്റ് ആയി കേട്ടോ. ഇപ്പൊ ഇത്ര സമയമൊന്നും കിട്ടത്തില്ല. ഇത്ര സമയം എടുക്കരുത്. ഞാൻ ഡിസ്കസ് ചെയ്യട്ടെ. ബാക്കിയുള്ളവരൊന്നും ബാക്കിയുള്ളവരുടെ ആൻസർ ഇടും. നിങ്ങളുടെ ആൻസർ തെറ്റായിക്കൊള്ളട്ടെ. കാര്യം നമ്മളിതൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. ഇത് ശരിയാക്കുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. ഇപ്പൊ ഇവിടെ മാക്സിമം തെറ്റ് വന്നോട്ടെ. കാര്യം ആക്ച്വൽ എക്സാമിൽ തെറ്റ് വരരുത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് 0 കിട്ടിയാലും നമുക്ക് ഒരു കുഴപ്പമില്ല. തെറ്റ് വരുത്താതിരിക്കാനുള്ള പ്രാക്ടീസ് സെഷനാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്തു പോകണം. എന്താണ് ഇവിടെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അറ്റ്മോസ്ഫിയറിലേക്ക് ധാരാളം എമിഷൻസ് മനുഷ്യര് നടത്തി. emissions humans put into the atmosphere now will affect the climate in the middle of the century onwards. ഈ നൂറ്റാണ്ടിന്റെ പകുതി മുതൽ മനുഷ്യൻ നടത്തിയ വിനാശകരമായിട്ടുള്ള എമിഷൻസിന്റെ ആഘാതം അനുഭവിച്ചു വരികയാണ്. ടെക്നോളജിക്കൽ ചേഞ്ച്, ഒരു ഫ്യൂച്ചർ ട്രാൻസിഷൻ, ഒരുപക്ഷെ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഒരു ട്രാൻസിഷൻ കൊണ്ടുവന്നേക്കാം. എവേ ഫ്രം ഫോസിൽ ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താണ്? ഉടനെ വിഷ്വലൈസ് ചെയ്തോണം. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒക്കെയാണ്. കാര്യം എന്താണ്? നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറുകയാണ്. ഫോസിൽ ഫ്യൂവൽസ് ചീപ്പ് ഓർ ഇറ്റ് മൈറ്റ് നോട്ട്, എവേ ഫ്രം ഫോസിൽ ഫ്യൂവൽസ്. സോ ഒരു ഫ്യൂച്ചർ ട്രാൻസിഷൻ ചിലപ്പോൾ നടക്കാം. ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് എന്താണ്? കുഡ് മേക്ക് എ ഫ്യൂച്ചർ ട്രാൻസിഷൻ എവേ ഫ്രം ഫോസിൽ ഫ്യൂവൽസ്, ചീപ്പ് ഓർ ഇറ്റ് മൈറ്റ് നോട്ട്. അത് ചീപ്പ് ആകാം, ചിലപ്പോൾ എക്സ്പെൻസീവ് ആകാം. ബട്ട് സോളാർ എനർജി ഒക്കെ എക്സ്പെൻസീവ് ആകുന്നത്. ലോകത്തിന് മുമ്പ് വേറെ ചോയ്സ് ഒന്നുമില്ല. എന്താണ്? കാശ് കൂടിയാലും കുറഞ്ഞാലും എമിഷൻ റെഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ വാർമിങ്ങിന്റെ എഫക്ട്സ്, അതിന്റെ പരിണിതഫലം അനുഭവിച്ചു തീർക്കണം. അൺസർട്ടൈൻ ഔട്ട്കംസ് മനസ്സിലാക്കാത്ത ബിസിനസ്സുകളെല്ലാം പരാജയപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഭാവി നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമുക്ക് വലിയ പ്രശ്നമുണ്ട്. ഭാവിയിൽ ഇതുമായിട്ടുണ്ടാകുന്ന വിപത്ത്. വേൾഡ് കനോട്ട് അഫക്ട് സച്ച് റെക്ലെസ്നെസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ലക്ക് കെട്ട ഒരു പെരുമാറ്റം ലോകത്തിന് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഇതാണ് ആശയം. പാരഗ്രാഫ് വായിച്ച്. ബിസിനസ് ദാറ്റ് കോസ് എമിഷൻസ് മേ നീഡ് ടു ക്ലോസ് ഡൗൺ ഓർ പേ ഫോർ പൊല്യൂഷൻ ഇൻ ഫ്യൂച്ചർ. എവിടെയെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ? ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യണമെന്നല്ല പറയുന്നത്. അതൊരു ശൈലിയായിട്ടാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പൊല്യൂഷന് വേണ്ടി പൈസ അടക്കണമെന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ വിട്ടുന്നു. ഓൺലി സൊല്യൂഷൻ, ഓൺലി ഓൾ മസ്റ്റ് ഒക്കെ ശ്രദ്ധിച്ചോണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാണ്. മിക്കവാറും അത് തെറ്റായിരിക്കും. അപ്പൊ അത് മനസ്സിലിരുത്തി നമ്മൾ നോക്കുക. ഓൺലി സൊല്യൂഷൻ ഈസ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ടു ദ ഇഷ്യൂസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അവിടെ ഒരിടത്തും പറയുന്നില്ല ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ക്ലൈമറ്റ് ചേഞ്ചിനുള്ള സൊല്യൂഷൻ എന്ന് ഒരിടത്തും പറയുന്നില്ല. അപ്പൊ കണക്ട് ചെയ്യണം. നമ്മുടെ ഓർമ്മയിൽ ഇത് കൃത്യമായിട്ട് നിൽക്കണം. മൂന്നാമത് പറയുന്നു, വെയിറ്റിംഗ് ടു ഡു വിത്ത് കാർബൺ എമിഷൻസ് അൻറ്റിൽ ടെക്നോളജി ഇംപ്രൂവ്സ് ഇസ് നോട്ട് എ വൈസ് സ്ട്രാറ്റജി. അത് ഏതാണ്ട് ശരിയായ അർത്ഥം വരുന്നുണ്ട്. കാര്യം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരുപക്ഷെ ഫ്യൂച്ചറിലുള്ള ടെക്നോളജി ചീപ്പായിട്ട് വരാണ്ടിരിക്കാം. പക്ഷെ നമുക്ക് അതിന്റെ അനന്തരഫലങ്ങൾ വ്യാപകമായതുകൊണ്ട് നമുക്കത് കാത്തിരിക്കാൻ പറ്റത്തില്ല. അത് കാശ് കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നമ്മൾ അതിലേക്ക് മാറണം എന്നുള്ളൊരു ആശയമാകുന്നിരിക്കുന്നത്. ഏതാണ്ട് ആ ആശയം ഇവിടെ സിയിൽ ചുറ്റിക്കറങ്ങി നിൽപ്പുണ്ട്. എങ്കിലും ഞാൻ ഡിയിലേക്ക് പോവുകയാണ്. കാര്യം എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയാം. ഡി പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ടെക്നോളജിക്കൽ ചേഞ്ച് ഈസ് അൺസർട്ടൈൻ. ഭാവിയിലെ ടെക്നോളജിക്കൽ ചേഞ്ച് നമുക്കറിയത്തില്ല. ന്യൂ ഇൻഡസ്ട്രീസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. പിന്നെ ഒരിടത്തും പറയുന്നില്ല പുതിയ ഇൻഡസ്ട്രീസ് വരണം. ആ വരുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസിലായിരിക്കണം. ഞാൻ കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഈ ആശയം ശരിയായിരിക്കാം, പക്ഷെ ആ പാരഗ്രാഫിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. സോ ഈ പറഞ്ഞ ഒരു പുതിയ ഇൻഡസ്ട്രി വരുന്നതിനെ കുറിച്ചും അത് റിന്യൂവബിൾ എനർജി ബേസ്ഡ് വരുന്നതിനെ കുറിച്ചും അവിടെ പറയുന്നില്ല. സോ ആൻസർ ഈസ്
സി, ഓപ്ഷൻ സി. അത് എത്തിക്കണം, അതിലേക്ക് എത്തുക, ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. വേറെ മാർഗം ഒന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ക്ലബ്ബ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെഷൻസ് ഒക്കെ വയർലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം പത്രം വായിക്കുക, അറിയാത്ത വാക്കുകൾ എഴുതിയെടുക്കുക. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത പാരഗ്രാഫിലേക്ക് ഞാൻ പോവുകയാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് ഇവിടെ എവിടെയോ പറഞ്ഞു, പാസേജ് 1. പാസേജ് 1 ആണ്. ഇനി പാസേജ് 2ലേക്ക് ഞാൻ പോകും. ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ശ്രദ്ധിച്ചൊന്ന് വായിച്ച്, ഒറ്റ ഇരിപ്പിൽ വായിക്കണം, ഫുൾ ഫോക്കസ് കൊടുത്ത് വായിക്കണം, നല്ല ഫോക്കസ്. സാറേ അതൊന്ന് മുകളിലോട്ടാക്കാവോ? ഞാൻ മുഴുവൻ വായിച്ചില്ലായിരുന്നു. ഏത് പാരഗ്രാഫ് ആണോ വേണ്ട, ക്വസ്റ്റ്യൻ ആണോ? ക്വസ്റ്റ്യൻ. ഇൻഫറൻസ് ബേസ്ഡ് ആണ്. ഓപ്ഷൻ ഒന്ന് ഇടാമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളതൊന്ന് ഇടാമോ? ഓപ്ഷൻ ഇടാം. ABC D ഏതാ ശരി? ഒന്നുകൂടെ പാരഗ്രാഫ്. എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കോസ് ഹെൽത്ത് പ്രോബ്ലംസ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ലൈഫ് സ്റ്റൈലിലെ മാറ്റം ഒരു പരിധിവരെ എൻവയോൺമെന്റൽ പ്രോബ്ലംസും ഹെൽത്ത് പ്രോബ്ലംസും കുറയ്ക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ കാർ ഉപയോഗിക്കുന്നില്ല, ഫ്ലൂറോ കാർബണിന്റെ അളവ് കുറയും, അല്ലെങ്കിൽ AC ഉപയോഗിക്കുന്നില്ല, അപ്പൊ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചാ. അത് പകരം നടക്കുകയാണെങ്കിൽ ഹെൽത്തും കിട്ടും, അല്ലെ? അപ്പൊ എൻവയോൺമെന്റൽ ചേഞ്ച്, ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ച് ഹെൽത്തും എൻവയോൺമെന്റലും ഇമ്പാക്ട് പോസിറ്റീവ് ആക്കും. ദിസ് ഐഡിയ ഇമ്പോസിബിൾ ടു അഡാപ്റ്റ് ആണ്, പക്ഷെ അത് പൂർണ്ണമായിട്ടൊന്നും നടക്കത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. വിത്ത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവും ഒരു പരിധി വരെ. ഇൻഡിവിജ്വൽ എഫർട്സ് ക്യാൻ ബി പെർസീവ്ഡ് ആസ് ഹാവിംഗ് എ നെഗ്ലിജിബിൾ എഫക്ട് ആൻഡ് ദെർഫോർ ലീഡ് ടു ഇനേർഷ്യ. വിത്ത് ഹെൽത്ത് ഓൺ ദ അതർ ഹാൻഡ്, ആരോഗ്യമാണ് എങ്കിൽ ഒരു പരിധി വരെ എന്താണ്? ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. ഇപ്പൊ എൻവയോൺമെന്റ് കാര്യത്തിൽ അത് പൂർണ്ണമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് അല്ല. ഒരു വ്യക്തി ഒരു നല്ല എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ നടത്തിയാലും പൂർണ്ണമായിട്ട് എൻവയോൺമെന്റൽ ചേഞ്ച് ഉണ്ടാവണമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഹെൽത്ത് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അത് ലൈഫിനും ഡെത്തിനും ഇടയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പൊ ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്, കുറച്ച് നാളുകൂടെ ജീവിക്കും, ലിറ്ററലി ബാറിങ് എ ഫ്യൂ, ആൻഡ് യെറ്റ് കുറച്ചു പേരെ ഒഴിവാക്കിയാൽ there seems to be same collective lethargy towards making their choice. ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നതിൽ, തീരുമാനം എടുക്കുന്നതിൽ എങ്കിലും ഒരു ലെഥാർജിക് ആറ്റിറ്റ്യൂഡ്, ഒരു അലസ മനോഭാവം പൊതുവെ കാണാറുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? വി ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ മണി ഓൺ ക്യൂർ ദാൻ പ്രിവെൻഷൻ. അങ്ങനെ ഈ പാരഗ്രാഫിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ, ഉണ്ടോ? അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ആയിരിക്കാം. പക്ഷെ ഈ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ടോ? ഇല്ല സർ. പ്രിവെൻഷന് വേണ്ടി നമ്മൾ കൂടുതൽ പൈസ ചെലവാക്കണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. വെട്ടാവല്ലോ, വെട്ടാം അല്ലേ? വെട്ടാം സർ. വെട്ടാം. ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ ജോബ് ഓഫ് ദ ഗവൺമെന്റ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഈ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഓള് മസ്റ്റ്, ഇങ്ങനെ വരുന്നത് മിക്കവാറും തെറ്റാനുള്ള സാധ്യതയാണ്.
അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. എന്ത്? എൻവയോൺമെന്റൽ പ്രോബ്ലവും പബ്ലിക് ഹെൽത്ത് പ്രോബ്ലവും സോൾവ് ചെയ്യുക. ആ പാരഗ്രാഫ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻവയോൺമെന്റൽ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ഒരു പരിധി വരെ ഇൻഡിവിജ്വലിന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ എൻവയോൺമെന്റൽ പ്രോബ്ലം ഇൻഡിവിജ്വലിന് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ സർക്കാരാണ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ആശയം അവിടെ വന്നപ്പോ തന്നെ ഓപ്ഷൻ ബി തെറ്റാണോ അല്ലയോ? തെറ്റാണ് അല്ലേ? ശരിയല്ലേ? തെറ്റാണ്. അപ്പൊ അത് ഞാൻ വെട്ടിക്കളയുന്നു. അത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എൻവയോൺമെന്റൽ പ്രോബ്ലവും പബ്ലിക് ഹെൽത്ത് പ്രോബ്ലവും സോൾവ് ചെയ്യേണ്ടത്. ആ പാരഗ്രാഫിൽ ഓരോരുത്തും അങ്ങനെ പറയുന്നു. അടുത്തത്, ഹെൽത്ത് ക്യാൻ ബി പ്രൊട്ടക്ട്. ആരോഗ്യം ഒരു പരിധി വരെ സംരക്ഷിക്കാം. ഈവൻ ഇഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഗോ ഓൺ അറ്റൻഡ്. എൻവയോൺമെന്റൽ പ്രോബ്ലം പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അതാ പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്. അതാ നമ്മൾ പറഞ്ഞത്. എന്നുവെച്ചാൽ എൻവയോൺമെന്റൽ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ വ്യക്തിക്ക് സാധിക്കുന്നൊന്നുമില്ല. പക്ഷെ വ്യക്തിക്ക് എന്ത് ചെയ്യാം? അവന്റെ ഹെൽത്ത് സംരക്ഷിക്കാം. അത് തന്നെയല്ലേ സി പറഞ്ഞേക്കുന്നത്? യെസ് ഓർ നോ? അപ്പൊ ഞാൻ ഇനി ഡിയിലേക്ക് പോകണ്ട, സി ആണ് ഉത്തരം. എങ്കിലും ഞാൻ ഒന്നുകൂടെ എന്റെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ചോയ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഡിയിലേക്ക് പോവാണ്. ഡിയിലേക്ക് പോകേണ്ട കാര്യമില്ല. സി തന്നെയാണ് ഉത്തരം. ഡിയിലേക്ക് പോകുന്നു. ലോസ് ഓഫ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ. പരമ്പരാഗത ജീവിതശൈലി നഷ്ടപ്പെടുത്തിയതും വെസ്റ്റേൺ വാല്യൂസിന്റെ ഇൻഫ്ലുവൻസുമാണ് അൺഹെൽത്തി വേക്ക്. വെസ്റ്റേൺ വാല്യൂസിനെ കുറിച്ച് വല്ലതും ഇവിടെയൊക്കെ പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? അങ്ങനെ ഒരു വാക്കുണ്ടോ? ഏറ്റവും സിമ്പിൾ വേ എന്ന് പറയുന്ന അങ്ങനെ ഒരു വാക്കെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഈ പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു വാക്കേ ഇല്ല. ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ എന്നുള്ള വാക്കില്ല, വെസ്റ്റേൺ വാല്യൂസ് എന്നുള്ള വാക്കുമില്ല. അപ്പൊ ഞാൻ ഡിയും വെട്ടുന്നു. ഉത്തരം ഏതാണ്? ഉത്തരം സിയിലേക്ക് ഞാൻ വെക്കുന്നു. ഓക്കെ. സത്യത്തിൽ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? എനിക്കറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഫുള്ളും വാങ്ങിക്കും. നിങ്ങൾ ഫുള്ളൊന്നും വാങ്ങിച്ചില്ലേലും 70, 75, 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. ഫുള്ള് വാങ്ങിച്ചില്ലേലും നിങ്ങൾക്ക് ഈസി ആയിട്ട് 50 മാർക്ക്. ഇവിടെ 50 മാർക്ക് കിട്ടിയാൽ ആകെപ്പാട് ലോജിക്കൽ റീസണിങ്ങോ ക്ലോക്കോ നമ്പർ ചെയ്യുന്നോ ആകെപ്പാട് ഒരു 5 ക്വസ്റ്റ്യൻ ശരിയായ പോലും എത്ര മാർക്ക് കിട്ടും? 12.5 മാർക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഒരു 55 അവിടെ ഒരു 12.5 ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും, സിസാറ്റ് പാസ്സാവും. അപ്പോൾ നല്ലൊരു അപ്രോച്ച്. ഒരു 10 ക്വസ്റ്റ്യൻ സിസാറ്റും ശരിയാക്കി, ഈ മാത്സും ശരിയാക്കി, ബാക്കി കോമ്പ്രിഹെൻഷനും തരക്കേടില്ലാതെ ശരിയായി കഴിഞ്ഞാൽ തന്നെ പാസ്സാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അടുത്തൊരു പാരഗ്രാഫ് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് എന്നിട്ട് എനിക്കൊന്ന് അയച്ച്. ഈ വാക്ക് പെറുക്കി വായിക്കുന്ന പരിപാടി നിർത്തണം കേട്ടോ. 2 ലൈനിന്റെ ഇടയ്ക്ക് കണ്ണു കൊടുക്കണം. അങ്ങനെ വായിച്ചു തുടങ്ങും, സ്പീഡ് കൂടും. വളരെ സിമ്പിൾ ആണ്. ഒരുത്തരം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരുത്തരം ഇവിടെ വരുന്നുണ്ട്. ആ ഓപ്ഷൻ എനിക്കൊന്ന് അയക്കാമോ? ടൈപ്പ് ചെയ്യാമോ? ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ചാറ്റിലിടാമോ? ഏകദേശം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരം കൊടുക്കുന്ന ഒരു ഡയറക്റ്റ് പാസേജ് ആണ്. ഒന്നിടാമോ? ചാറ്റിലിടാമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാം. യെസ്.
ചെയ്ത് തന്നെ പോണേ, ചെയ്ത് പോകാണ്ട് കിട്ടത്തില്ല. ടഫാ ഈ മൈൻഡ് ആദ്യം ഓപ്പൺ ചെയ്യാണ് കോംപ്രഹെൻഷനും സിസാറ്റിലും ഒക്കെ പ്രശ്നം. എനിക്കൊന്നും മനസ്സിലാവത്തില്ല, എനിക്ക് എല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും മനസ്സിലാവും. മൈൻഡ് അല്ല, ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞത്, രണ്ടോട് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടോ? യെസ്, ഓപ്ഷൻസ് നോക്കാം. യൂണിവേഴ്സൽ ബേസിക് ഇൻകം സ്കീമിനെ കുറിച്ച് ഇവിടെ ഒരിടത്തും പറയുന്നില്ല. പോവർട്ടി അലിവിയേഷനുള്ള മാർഗമാണെന്ന് പറയുന്നു. അത് തെറ്റാണ്, എടുത്ത് കളയുന്നു. വെട്ടാൻ പറ്റുന്നതാണ്, വെട്ടാൻ പറ്റുന്നതാണ്, വെട്ടിക്കളയുന്നത്. വി മസ്റ്റ് പ്ലേസ് ഫുഡ് ബേസ്ഡ് ന്യൂട്രീഷൻ അറ്റ് ദ സെന്റർ ഓഫ് അവർ പോളിസി ഡിബേറ്റ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഡയറ്റ് ഒന്നും ന്യൂട്രീഷൻ ബേസ്ഡ് അല്ല. തോന്നുന്നത് കഴിക്കുക, പൊറോട്ടയും ബീഫും ന്യൂട്രീഷൻ ബേസ്ഡ് അല്ല, അല്ലേ? ന്യൂട്രീഷൻ ബേസ്ഡ് ഡയറ്റിലേക്ക് വരണം. എന്താണ് ഹെൽത്തി ലിവിങ്ങിലേക്ക് നയിക്കുന്നത്, ഇതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ബി ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഫുഡ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് ബൈ ക്രിയേറ്റിംഗ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ഇത് ഒരിടത്തും അങ്ങനെ ഒരു ടേമേ ഇല്ല. ജനറ്റിക്കലി മോഡിഫൈഡ് വെട്ടിക്കളയും, വെട്ടാൻ പറ്റുന്ന. 4, യൂസിങ് മോഡേൺ ഫുഡ് പ്രോസസിംഗ് ടെക്നോളജീസ് വി മസ്റ്റ് ഫോർട്ടിഫൈ ഫുഡ്. ഫുഡ് ഫോർട്ടിഫിക്കേഷനെ കുറിച്ച് ഇവിടെ എങ്ങും പറയുന്നില്ല, അത് ഞാൻ വെട്ടി. ബൈ ഡിഫോൾട്ട് ഉത്തരം ബി ആണ്. ഡിസ്കസ് ചെയ്യണോ അത്? യെസ്, വേണേ ഇതാണ്, ഇതാ പാരഗ്രാഫ് നോക്കിയാട്ടെ. മെനി പീപ്പിൾ ആർ നോട്ട് ഈറ്റിംഗ് ദ റൈറ്റ് ഫുഡ്. പലരും നല്ല ഫുഡ് അല്ല കഴിക്കുന്നു. ഫോർ സം. കാശുകാർക്കാണോ ഇപ്പം ന്യൂട്രീഷണൽ ഫുഡ് കിട്ടാത്ത? പാവപ്പെട്ടവർക്കാണ്. പറയൂ. ഇത് കഴിഞ്ഞ വർഷത്തെ ഈ 2023 ക്വസ്റ്റ്യൻ അല്ല, നേരെ തിരിച്ചാ. കാശുകാർക്കാണ് ന്യൂട്രീഷണൽ ഫുഡ് ഇല്ലാത്ത. കാര്യം എന്താണ്? ഇത് ഹിന്ദുവിലൊക്കെ ആർട്ടിക്കിൾ വന്നാണ് അതിന് തൊട്ട് മുമ്പ്. ഇത് കഴിഞ്ഞ പ്രിലിംസിന് ഈ ചോദ്യം വരുവാണെങ്കിൽ അതിന് 6 മാസം മുമ്പ് ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഞാൻ പറഞ്ഞ ആശയം വെച്ചിട്ട് തന്നെ ഞാൻ ആ ആർട്ടിക്കിൾ വായിച്ചതാണ്. എന്താണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്? കാശുകാർ കഴിക്കുന്നത് എന്താണ്? പിസ്സ, അല്ലെ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ, ജങ്ക് ഫുഡൊക്കെ. പാവപ്പെട്ടവർ കഴിക്കുന്നത് തഴുതാമ, അല്ലെങ്കിൽ എന്താണ്, ചീര, മില്ലറ്റ്സ്. അതൊക്കെ ഹെൽത്തിയാണ്, ന്യൂട്രീഷണലാണ്. ട്രൈബ്സ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മില്ലറ്റ്സ് ആണ്, ഏറ്റവും ന്യൂട്രീഷണലാണ്, അല്ലെ? അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള നിങ്ങൾ വായിക്കുന്ന ലേഖനങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. ഇതാണ് പറയുന്നത് പത്രം വായിക്കണം, ജനറൽ ആർട്ടിക്കിളുകൾ വായിക്കണം. ഇത് പറഞ്ഞാൽ ആരും കേൾക്കൂല, പക്ഷെ അത് വായിക്കുന്നവർക്ക് ഇത് മുഴുവൻ കിട്ടും. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ സിസാറ്റിനുള്ള ഒരു പരിശീലനം കൂടിയാണ്. മെനി പീപ്പിൾ ആർ നോട്ട് ഈറ്റിംഗ് ദ റൈറ്റ് ഫുഡ്. ഫോർ സം ഇറ്റ് ഈസ് സിംപ്ലി എ ഡിസിഷൻ ടു സ്റ്റിക്ക് വിത്ത് ഫുഡ് ദേ എൻജോയ്. ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, അതിൽ തന്നെ പിടിച്ചു നിൽക്കുക. ഇത് ബട്ട് വിച്ച് ഇസ് നോട്ട് ടു ഹെൽത്തി. പക്ഷെ അതൊരിക്കലും ഹെൽത്തി അല്ല. ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഹോട്ടലുകളിൽ കിട്ടുന്ന ഫുഡ് പലതും ഹെൽത്തി ആണോ? അല്ല. ഇതെന്തിലേക്ക് നയിക്കും? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലേക്ക്. എന്താണ്, ഡയബറ്റിക്സ്, അല്ലെങ്കിൽ കൊളസ്ട്രോള്, ഇതെല്ലാം ഈ ഫുഡിൽ നിന്നുണ്ടാവുന്നതാണ്, അല്ലെ? ദിസ് ഇൻ ടേൺ ലീഡ്സ് ടു മേജർ ബേർഡൻ ഓൺ അവർ ഹെൽത്ത് കെയർ സിസ്റ്റം. കാര്യം എന്താണ്? ഇതും ആർട്ടിക്കിൾ വന്നിട്ടുള്ളതാണ്. ഹെൽത്ത് കെയർ സിസ്റ്റം തകരാറിലാകും. കാര്യം ഈ ആളുകൾ കൂടുതൽ അസുഖം വരുമ്പോൾ ഇവർക്കെല്ലാം ഇൻഷുറൻസിൽ നിന്ന് പൈസ കൊടുക്കണം. ഗവൺമെന്റ് പൈസ ഹെൽത്ത് കെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് എക്കണോമിക് പ്രോഗ്രസിനെ ഡീറെയിൽ ചെയ്യും, പാളം തെറ്റിക്കും. ഡീറെയിൽ ചെയ്യാന്ന് വെച്ചാൽ പാളം തെറ്റിക്കും. വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ പുവർ ടു ഇംപ്രൂവ് ദെയർ ലൈഫ്സ്. ആ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ എക്കണോമിക് പ്രോഗ്രസിന് ഉപയോഗിക്കാം, പാവപ്പെട്ടവരുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തും. ഫോർ അതേഴ്സ് ഇറ്റ് ഈസ് അബൌട്ട് ലിമിറ്റഡ് ആക്സസ് ടു ന്യൂട്രീഷ്യസ് ഫുഡ്. അപ്പൊ കുറെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡിന് ആക്സസ് ഇല്ല, അല്ലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെയുള്ള ആൾക്കാരും. അപ്പൊ ഒരു മൊണോട്ടണസ് ഡയറ്റിലേക്ക് ചിലർ പോകും. ചിലപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പല ആളുകൾക്കും എല്ലാം ഹെൽത്തി ഫുഡൊന്നും എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ഫുഡ് കഴിക്കുന്ന എത്രയോ പേരുണ്ട്. 3 നേരവും ചോറും ചമ്മന്തിയും കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അത് മൊണോട്ടണസ് ഫുഡിലേക്ക് പോകാനുള്ള ഒരു കാര്യം എന്താണ്? അവർക്കൊന്നും അഫോർഡബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ കീ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രീഷൻ, ഡെയിലി ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ബാലൻസ് ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ദ റീസൺ ന്യൂട്രീഷൻ ഈസ് അണ്ടർ ത്രെറ്റ് വേൾഡ് വൈഡ് ഈസ് ദാറ്റ് അവർ ഫുഡ് സിസ്റ്റംസ് ആർ നോട്ട് പ്രോപ്പർലി റെസ്പോണ്ടിങ് ടു ന്യൂട്രീഷണൽ നീഡ്സ്. നമ്മുടെ ഫുഡ് സിസ്റ്റം ന്യൂട്രീഷണൽ നീഡിനോട് പലപ്പോഴും പ്രതികരിക്കുന്നില്ല. സംവെയർ അലോങ് ദാറ്റ് ലോങ് റോഡ് ഫ്രം ഫാം ടു ഫോർക്ക്. ഫാം ടു ഫോർക്ക് എന്ന് വെച്ചാൽ കൃഷിയിടത്തിൽ നിന്ന് ടേബിളിലേക്ക്, ഫാം ടു ഫോർക്ക്. അത് തന്നെ പലപ്പോഴും ഒരു ലോങ് ജേർണിയാണ്. അതുകൊണ്ട് തന്നെ there are serious detours taking place. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇതിൽ പറയുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ തെറ്റാണ്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം ലോകമെമ്പാടും ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് ഇവിടെ ഒരിടത്തും പറയുന്നില്ല.
ഇവിടെ പറയുന്ന കാര്യം എന്താണ്? വി മസ്റ്റ് പ്ലേസ് ഫുഡ് ബേസ്ഡ് ന്യൂട്രീഷൻ അറ്റ് ദ സെന്റർ ഓഫ് അവർ പോളിസി. ഫുഡ് ബേസ്ഡ് ഒരു ന്യൂട്രീഷണൽ സിസ്റ്റം വരണം. അതാണ് ഈ പാരഗ്രാഫ് മുഴുവൻ പറയുന്ന കാര്യം. ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇൻഫറൻസിന്റെ ആവശ്യമില്ല, വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സിഒ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് എ ഫുഡ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് ബൈ ക്രിയേറ്റിംഗ് അപ്രോപ്രിയേറ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് ഇല്ലാത്ത വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ പാരഗ്രാഫിൽ ഇല്ലെങ്കിൽ മിക്കവാറും തെറ്റായിരിക്കും. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് വെച്ചിട്ട് പുതിയ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഈ പാരഗ്രാഫിൽ പറയുന്നില്ല. മേ ബി ഇറ്റ് ഈസ് റൈറ്റ്, അതും ശ്രദ്ധിച്ചോണം. ഇതൊരു സൊല്യൂഷനാണ് ആക്ച്വലി. ഇത് നിങ്ങൾ പല ആർട്ടിക്കിളിലും വായിച്ചിട്ടുള്ളതാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇപ്പം സർക്കാരിന്റെ ഒരു വലിയ കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ജീവകങ്ങൾ, പോഷകങ്ങൾ, മിനറൽസ്, വൈറ്റമിൻസ് കൂട്ടുകയാണ്. ഇപ്പൊ ഒരു പെർ ഗ്രാമില് 0.4 ആണുള്ളതെങ്കിൽ 0.8 ആക്കും. അതാണ് ജനറ്റിക്കലി. അതാണ് അടുത്തത് പറയുന്നത്. എന്താണ്? ഫോർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഫോർട്ടിഫിക്കേഷൻ അതൊരു ശരിയാണെങ്കിൽ പോലും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് അത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്താ ചെയ്യുന്നത്? അവയും പ്രൊഡക്ഷൻ കൂട്ടും. പിന്നെ ചില നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ന്യൂട്രീഷണൽ വാല്യൂസ് കൂട്ടാനും ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് വഴി സാധിക്കും. പക്ഷെ അത് ശരിയായ ഒരു കാര്യമാണെങ്കിൽ ഈ പാരഗ്രാഫിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കളയും. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഞാൻ മുഴുവൻ ചോദ്യങ്ങളും ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഏകദേശം പകുതിയോളം ക്വസ്റ്റ്യൻസ്, പകുതി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ബാക്കി നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തു പോയാൽ നിങ്ങൾക്കാണ് നഷ്ടം. കാര്യം മെയ് മാസം എക്സാം വരും. എക്സാം വരുമ്പോൾ ഈ തിങ്കിങ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വീക്ക് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോഴും സാധ്യതയുണ്ട്. ഇപ്പോഴാണെങ്കിലും പത്രമൊക്കെ വായിച്ച് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആകും. വളരെ പ്രയാസമായിരിക്കും. അടുത്ത പറയാം. പാസേജ് 1 ഒന്ന് പെട്ടെന്ന് വായിക്കാം. നിങ്ങൾ തന്നെ വായിച്ച് ശരി ഉത്തരം എനിക്കൊന്ന് പെട്ടെന്ന് അയച്ചു. ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ശരിയാണെന്നുള്ളവർക്ക് അയക്കാം. ബി ശരിയാണെന്നുള്ളവർക്ക് അയക്കാം. സി ശരിയാണെന്നുള്ളവർക്ക് അയക്കാം. ഇവിടെ പാരഗ്രാഫിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഒന്ന് അയക്കാം. ശരി ഉത്തരം സാറേ തെറ്റാണോന്ന് അറിയത്തില്ല. സിയും ഡിയും ഞാൻ പാരഗ്രാഫിൽ കണ്ടില്ലായിരുന്നു. എ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇട്ടോ എനിക്ക് ഇട്ടോ, ഓപ്ഷൻ ഇട്ടോ. ഇത് ശ്രദ്ധിച്ചോണം. ഇത് ഇംപ്ലൈഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ പാരഗ്രാഫിൽ കാണത്തില്ല, പാരഗ്രാഫിൽ ഡയറക്റ്റ് തരത്തില്ല. ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുണ്ട്. എല്ലാം പാരഗ്രാഫിൽ ചിന്തിക്കരുത്. ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാരഗ്രാഫിൽ ഉണ്ടാവത്തില്ല. നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട മീനിങ് മനസ്സിലാക്കി. ചാറ്റിലിട്ടെ, പെട്ടെന്ന് ഇട്ടോ. ഞാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഇട്ടോ. കൂടുതൽ ആളുകൾക്കും ശരി ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് കാണുന്നു. വളരെ പെട്ടെന്ന് ഇട്ടു. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയത്. ഓക്കെ. ആർബിട്രറി കർവ്സ് ഓൺ വെഹിക്കിൾസ് ടു റിഡ്യൂസ് പൊല്യൂഷൻ ആർ ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെന്റ്. അങ്ങനെ അവിടെ എവിടെയെങ്കിലും പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? കണ്ട പോലെ തോന്നിയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. പറഞ്ഞിട്ടില്ല. ആർബിട്രറി കർവ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസമാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇനി അടുത്തത് എന്താണ്? അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പറയാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ വന്നിട്ട് പറഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾസ് വലിയ പൊല്യൂഷൻ ഒന്നും കുറയ്ക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാനുള്ള തീരുമാനം ഞാൻ നിർത്താൻ പോവാണ്.
ഡീസൽ വണ്ടി മതിയല്ലേ? അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. നിങ്ങൾ വായിച്ചായിരുന്നു? പത്രത്തിൽ വായിച്ചായിരുന്നു? ഇതിൽ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ചിലർ പറയുന്നു CNG ആണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഇതിൽ പറയുന്ന CNGക്ക് നൈട്രസ് ഓക്സൈഡ് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റെന്ന് പറയാനുള്ള കൃത്യമായിട്ട് പറയാനുള്ള സംഗതികളൊന്നും ഇപ്പൊ ഇല്ല. ഈ വണ്ടികളെല്ലാം ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ബി ഏതാണ്ട് ആ ആശയത്തിലേക്ക് വരുന്നുണ്ട്. നീജർക്ക് റിയാക്ഷൻസ് കനോട്ട് സോൾവ് ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ, ബട്ട് ആൻ എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് വിൽ ബി മോർ എഫക്റ്റീവ്. ഉത്തരം ബി ആണ്. എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് ആണ് വേണ്ടത്, അത് കൃത്യമായിട്ട് വരും. ഇനി അടുത്ത എന്താണ്? ഹെവി പെനാൽറ്റി ഷുഡ് ബി ഇൻഫോഴ്സ്ഡ്. അങ്ങനെ ആ പാരഗ്രാഫിൽ ഒരിടത്തും പറയുന്നില്ല. പീരിയോഡിക് പൊല്യൂഷൻ ടെസ്റ്റിന് ശേഷം പെനാൽറ്റി ഇടുന്നതിനെ കുറിച്ച് പാരഗ്രാഫിൽ പറയുന്നില്ല, എടുത്തു കളയും. In the absence of laws deals with the problems of pollution, administration tends to make arbitrary decisions. ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ വൃത്തം പറയും. സോ അതും ഞാൻ കളയുന്നു. ഉത്തരം ബി ആണ് കേട്ടോ. ഇപ്പൊ ഒത്തിരി പേര് കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കണം. ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി തിങ്. ഇതിനകത്ത് പ്രാക്ടീസ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയുള്ള ദിവസം, ഇപ്പൊ ഈ പ്രിലിം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസമെങ്കിലും ഒരു 2 പത്രം ഡെയിലി വായിച്ചു പോകും. ഹിന്ദു വായിക്കുക, എക്കണോമിക് ടൈംസ് പോലെയുള്ള ഏതെങ്കിലും ഒരു പത്രവും കൂടി പാരലി വായിച്ചു പോകും. ഒരെണ്ണോട് വായിച്ച് നമുക്ക് തൽക്കാലം നിർത്താം. എന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. അടുത്ത പാസേജ് 2 ഒന്ന് നോക്കാം. പാരഗ്രാഫ് വായിക്കും. Good corporate governance structures encourage companies to provide accountability and control. Corporate governance എന്ന് വെച്ചാൽ സ്ഥാപനം തന്നെ ശരിയായ രീതിയിൽ ഭരിക്കപ്പെടുന്നു, വിവരങ്ങളെല്ലാം എപ്പോഴും ഓഡിറ്റിംഗ് നടക്കുന്നു. A fundamental reason why corporate governance has moved into the economic and political agenda worldwide has been the rapid growth in international capital market. Corporate governance ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിലും ഒക്കെ ചർച്ചയായിട്ടുണ്ട്. എഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ് എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിന് കാരണമാകും. ഇപ്പം പുറത്തു നിന്നുള്ളവർക്കൊക്കെ അറിയാം, ഒരു കമ്പനി നന്നായിട്ടാണ് പോകുന്നത്, ആ ഡാറ്റ ഉണ്ടെങ്കിൽ പുറത്തു നിന്ന് ആളുകൾ ഫണ്ട് ചെയ്യും. ഫേംസിന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, ഗ്രോത്ത് കിട്ടും, കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് അവർ കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസ്ക്ലോഷർ ഉണ്ടാവും. അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൃത്യമായിരിക്കണം, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുക, ഓഡിറ്റഡ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക. പിന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈക്വൽ ട്രീറ്റ്മെന്റ് ഒക്കെ മെറ്റ് ചെയ്യും. ഈ പാരഗ്രാഫിൽ പറയുന്നതിൽ ലോജിക്കൽ ഇൻഫറൻസ് എന്താണ്, അതിന്റെ ആശയമാവേണം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് അജണ്ട ഓഫ് ദ കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് ടു എൻഷുർ ആക്സസ് ടു ഗുഡ് എക്സ്റ്റേണൽ ഫിനാൻസിങ്. കൺട്രീസ് എക്സ്റ്റേണൽ ഫിനാൻസിങ് നടത്തുന്നതിനെ കുറിച്ച് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. ഞാൻ വെട്ടുന്നു. ബിയിലേക്ക് പോവുകയാണ്. Good corporate governance improves the credibility of the firms. ബി ഏതാണ്ട് ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. ക്രെഡിബിലിറ്റി, ഫേംസിന്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കും. കാര്യം എന്താണ്? നമ്മൾ അവിടെ നോക്കി കഴിയുമ്പോൾ തന്നെ ഫിനാൻസ് കിട്ടുന്നതിനെ കുറിച്ച്, എംപ്ലോയി ഓപ്പർച്യൂണിറ്റി കൂടുന്നതിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ഈ ആശയം ശരി, ബി ശരിയാണെന്നുള്ള തോന്നൽ എന്റെ മനസ്സിൽ വന്നു. എന്നാലും ഞാൻ 2 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് വായിക്കുകയാണ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എൻഷുർ ദാറ്റ് ഫേംസ് മെയിൻറ്റെയിൻ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റുകൾ ഉറപ്പുവരുത്തും ഫേംസ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാക്കുന്നു. അത് ഒരിക്കലും പറ്റത്തില്ല, ക്യാപിറ്റൽ മാർക്കറ്റ്സ് അല്ല ചെയ്യുന്നത്. മാത്രമല്ല അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല, അത് സ്ഥാപനത്തിനാണ് ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ്? ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പേവ്സ് ദ വേ ഫോർ റോബസ്റ്റ് സപ്ലൈ ചെയിൻസ്. സപ്ലൈ ചെയിൻ നന്നായി നടക്കാൻ കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കും. അങ്ങനെ പാരഗ്രാഫിലൊന്നും ഒരിടത്തും പറയുന്നില്ല. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്രൂവ്സ് ക്രെഡിബിലിറ്റി ഓഫ് ദ ഫേംസ്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നില്ലേ? നമ്മൾ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്കിപ്പോ നമ്മളൊരു 5 to 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തായാലും പ്രിലിമിന് മുമ്പ് കഴിഞ്ഞ ഒരു 5-8 വർഷത്തെ
ഈ കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നോക്കി പോകാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കൊണ്ടുവരാൻ പറ്റും. നാളെ നമുക്ക് 3 ഓഫീസേഴ്സ് അക്കാഡമി വരുന്നുണ്ട്, തിരുവനന്തപുരം അക്കാഡമി വരുന്നുണ്ട്. രാവിലെ 10:30 പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ ആയിരുന്ന, ഫിനാൻസ് മിനിസ്റ്ററുടെ അഡ്വൈസർ ആയിരുന്ന അച്യുത് സിംഗ് എന്ന് പറയുന്ന വളരെ കേരളത്തിലെ ടോപ്പ് മോസ്റ്റ് IRS ഓഫീസറാണ്. അദ്ദേഹം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹം രാവിലെ 10:30 ഉണ്ട്. അപ്പോൾ നിഷാന്ത് കെ IRS, അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് സീനിയർ ഉദ്യോഗസ്ഥനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ച ആളാണ്. ഒരുപാട് മെഡൽസ് ഒക്കെ വാങ്ങിക്കൂട്ടിയ ആളാണ്. അദ്ദേഹവും രാവിലെ എത്തും. ഉച്ച കഴിഞ്ഞ് DGP ഡോക്ടർ B സന്ധ്യ IPS അക്കാഡമി വരുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള പരമാവധി കുട്ടികൾ അവിടെ നേരിട്ട് നാളെ പ്രസന്റ് ആവുക. നമ്മൾ പുതിയ അക്കാഡമിയിലോട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇനി അക്കാഡമി വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മുടെ പുതിയ ബിൽഡിങ്ങിലേക്ക്, ധർമാലയം റോഡ് ഇപ്പോൾ ഉള്ളതിന് അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ആയുർവേദ കോളേജിന്റെ ബാക്കിലായിരുന്നു പുതിയ അക്കാഡമി, ആയുർവേദ കോളേജിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ബിൽഡിങ്ങിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പ്രിലിമിനറി പ്രിപ്പറേഷൻ ശക്തി യുക്തം മുൻപോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മാക്സിമം ചെയ്തു പോവുക, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. പാരലി ചെയ്യേണ്ടത് ഡെയിലി ഒരു എക്കണോമിക് ഡെയിലി പ്ലസ് ഒരു ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഡെയിലി നന്നായിട്ട് വായിക്കുക, ജനറൽ ആർട്ടിക്കിൾസും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സർ.